ഞാൻ വിനയനോട് സംസാരിച്ചിട്ടുണ്ട്. അത് വിനയന് മനസ്സിലായെങ്കിൽ കൊള്ളാം. ആ അപ്പൊ ശരി, നാളെ ഞാൻ റൗണ്ട്സിന് വരുമ്പോ നോക്കിയിട്ട് വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാം. വീട്ടിൽ പോയാലും കുറച്ചുനാള് ബെഡ് റെസ്റ്റ് എടുക്കേണ്ടി വരും. ശരി. അനുപമ ഉണ്ടാവുമല്ലോ അനീത്തിയുടെ കൂടെ? ഉണ്ടാവും ഡോക്ടർ, ഞാൻ നോക്കിക്കോളാം അവളെ. ഓക്കെ, ശരി ശരി. ഞാൻ പറഞ്ഞില്ലേ വിനയ, ഡോക്ടർ തന്നെ ചീരുവിന്റെ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കുമെന്ന്. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ? വിനയന്റെ മുഖം കണ്ടിട്ട് സമാധാനായതുപോലെ തോന്നുന്നില്ലല്ലോ. ഇപ്പോഴും ചീരുവിന് എന്തെങ്കിലും പറ്റുന്ന പേടിയുണ്ടോ വിനയന്? ഏയ്, ഡോക്ടർ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞാ ഞാൻ പിന്നെ എന്ത് പേടിക്കാനാ? എന്നാലും അന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞ കുറച്ച് കടുത്തുപോയി. ചിലപ്പോ ചീരുവിന് അപകടം പറ്റിയത് എൻ്റെ വീട്ടിൽ നിന്നായതുകൊണ്ട് കൂടുതൽ സൂക്ഷിക്കാൻ വേണ്ടി ഡോക്ടർ അങ്ങനെ പറഞ്ഞതാവാ. അതെ അതെ, അങ്ങനെ ആവാം. അങ്ങനെയാ. ഇപ്പോ വിനയന്റെ മുമ്പിൽ വെച്ച് തന്നെ ആ അഭിപ്രായം ഡോക്ടർ തിരുത്തിയല്ലോ. മോളുടെ തീരുമാനമല്ലേ ശരി? നിന്റെ ആ ഉറച്ച തീരുമാനം ദൈവം ചെവിക്കൊണ്ടു മോളെ. ഇനി എന്റെ മോൾക്കും കുഞ്ഞിനും ഒരപകടവും വരില്ല, അത് അച്ഛന് ഉറപ്പാ. അപ്പോ വീണ്ടും ഒരു പെൺകുഞ്ഞിനെ കൂടി ചീരു പ്രസവിക്കൂ എന്ന് ഉറപ്പാ.